Hello all, let's quickly understand the concept of cash flow statement. Cash flow statement നമുക്ക് കുറച്ച് ഈസി ആയിട്ടുള്ള ട്രിക്ക് ഉപയോഗിച്ച് പഠിച്ചാലോ. ഇമാജിൻ എ ബിഗ് ട്രെയിൻ. ആ ട്രെയിനിൽ ആകെ മൂന്ന് കമ്പാർട്ട്മെന്റ്. ഫസ്റ്റ് കമ്പാർട്ട്മെന്റ് നോൺ ആസ് ഓപ്പറേറ്റിംഗ് കമ്പാർട്ട്മെന്റ്, സെക്കൻഡ് കമ്പാർട്ട്മെന്റ് നോൺ ആസ് ഇൻവെസ്റ്റിംഗ് കമ്പാർട്ട്മെന്റ്, മൂന്നാമത്തെ കമ്പാർട്ട്മെന്റോ നോൺ ആസ് ഫിനാൻസിംഗ് കമ്പാർട്ട്മെന്റ്. ഇതിൽ ഈ ഒന്നാമത്തെ കമ്പാർട്ട്മെന്റ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് കമ്പാർട്ട്മെന്റിന് ഇത്തിരി പ്രത്യേകതയുണ്ട്. അത് കുറച്ചുകൂടി ലെങ്തിയാണ്. ആ കമ്പാർട്ട്മെന്റിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് 3 ഡിവിഷൻസ് ഉണ്ട്. നമ്പർ 1 നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആൻഡ് എക്സ്ട്രാ ഓർഡിനറി ഐറ്റം, നമ്പർ 2 ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ച്, ആൻഡ് നമ്പർ 3 ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻ. ഇനി ഈ ട്രെയിനിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയണ്ടേ? നമ്മൾ ഈ ട്രെയിനിന്റെ ഉള്ളിലോട്ട് ഒന്നാമത്തെ കമ്പാർട്ട്മെന്റിലൂടെ കയറാൻ പറ്റുള്ളൂ, ആൻഡ് രണ്ടാമത്തെ കമ്പാർട്ട്മെന്റ് വഴി നടന്ന് മൂന്നാമത്തെ കമ്പാർട്ട്മെന്റ് എത്തിയിട്ടേ നമുക്ക് ഡെസ്റ്റിനേഷനിലോട്ട് എത്താൻ പറ്റുള്ളൂ. അതാണ് ഈ ട്രെയിനിന്റെ പ്രത്യേകത. എന്ന് വെച്ചാൽ നമ്മൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിലൂടെ കയറുന്നു, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിലൂടെ സഞ്ചരിക്കുന്നു, ഫിനാൻസിങ് ആക്ടിവിറ്റി കൂടെ കടന്നിട്ടേ നമുക്ക് ക്യാഷ് ഫ്ലോ ഇൻഫ്ലോ ഉണ്ടോ ഔട്ട്ഫ്ലോ ഉണ്ടോ എന്താണ് ഫൈനൽ ആൻസർ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇതിൽ ഏറ്റവും കൂടുതൽ പറയേണ്ടത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയെ കുറിച്ചാണ്. അതിൽ ഈ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിക്ക് മാത്രം ഇത്തിരി ഒരു പ്രത്യേകതയുണ്ട്. ലെങ്തി ആണെന്ന് മാത്രമല്ല, ഇത്തിരി ബുദ്ധിമുട്ടാണ് സ്റ്റുഡൻസിന് മനസ്സിലാക്കാൻ. പക്ഷെ അതിനൊരു ട്രിക്ക് ഉണ്ട്, ഒരു മന്ത്രമുണ്ട്. എന്താണെന്നറിയോ? നല്ലതല്ലാത്തതെല്ലാം ആഡ് ചെയ്യുക, നല്ലതാണ് പറയണതെല്ലാം മൈനസ് ചെയ്യുക. വെൻ ഐ സേ നല്ലതല്ലാത്തതെല്ലാം ആഡ് ചെയ്യുക, നല്ലതാണ് എന്ന് പറയണതെല്ലാം മൈനസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിന് ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ പഠിക്കുന്നത് ക്യാഷ് ഫ്ലോ അല്ലേ? ക്യാഷിന്റെ ഫ്ലോ ഉണ്ടാവണം, അതേ നേരം അത് ഓപ്പറേറ്റിംഗിന്റെ ഭാഗമായിരിക്കണം. എക്സാമ്പിൾ നോക്കിയാലോ നമുക്ക്. ഡിപ്രീസിയേഷൻ നമ്മൾ എല്ലാ വർഷവും കൊടുക്കുന്ന ഓപ്പറേറ്റിംഗിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഐറ്റം ആണ്. പക്ഷേ അതിൽ ക്യാഷ് ഫ്ലോ ഉണ്ടോ? ഇല്ല. സോ പൊതുവെ ഡിപ്രീസിയേഷന് നമ്മൾ എന്താ ചെയ്യുക? മൈനസ് ചെയ്യും. പക്ഷേ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ ഡിപ്രീസിയേഷന് നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. സിമ്പിൾ, റൈറ്റ്? ആൻഡ് നെക്സ്റ്റ് എക്സാമ്പിൾ, ഇൻട്രസ്റ്റ് പെയ്ഡ്. ഇൻട്രസ്റ്റ് കൊടുക്കുന്നു. ഇത് കയ്യിൽ നിന്ന് കാശൊക്കെ പോകുന്നുണ്ട്, പക്ഷേ ഇത് ഓപ്പറേറ്റിംഗിന്റെ ഭാഗമാണോ? ഒരിക്കലും അല്ല. നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നു ആൻഡ് അതിന് ഇൻട്രസ്റ്റ് അടയ്ക്കുന്നു ഒരു നിശ്ചിത കാലഘട്ടം വരെ, അല്ലേ? ഈ ഇൻട്രസ്റ്റ് പെയ്ഡ് എന്ന് പറയുന്നത് ഫിനാൻസിങ്ങിന്റെ ഭാഗമാണ്, ഓപ്പറേറ്റിംഗിന്റെ ഭാഗമല്ല. അതുകൊണ്ട് തന്നെ അതിനെയും എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. ഇനി ഞാൻ പറഞ്ഞ മന്ത്രമായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കൂ. നല്ലതല്ലാത്തതെല്ലാം ആഡ് ചെയ്യുക, നല്ലതാണ് പറയണതെല്ലാം മൈനസ് ചെയ്യുക. ഡിപ്രീസിയേഷൻ നല്ലതാണോ? ഒരിക്കലും അല്ല. ബട്ട് നമ്മൾ ആഡ് ചെയ്തു. ഇൻട്രസ്റ്റ് പെയ്ഡ് നല്ലതാണോ? ഒരിക്കലും അല്ല. നമ്മൾ ആഡ് ചെയ്തു. അപ്പൊ നല്ലതാണെന്ന് പറയണതെല്ലാം മൈനസ് ചെയ്യാന്ന് പറഞ്ഞാലോ? ഗെയിൻ ഓൺ സെയിൽ ഓഫ് അസറ്റ്. അസറ്റ് വിറ്റിട്ട് എനിക്ക് ഗെയിൻ ഉണ്ടായി. എല്ലാ പ്രാവശ്യവും നമ്മൾ അസറ്റ് വിൽക്കൂ? ഒരിക്കലും ഇല്ല. പക്ഷെ അത് കാരണം ഉണ്ടായ ഗെയിൻ, അപ്പൊ അത് ഓപ്പറേറ്റിംഗിന്റെ ഭാഗമല്ല, എന്നാൽ ഗെയിനും ഉണ്ട്. സോ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ഇതൊക്കെയാണ് ചെറിയ ചെറിയ ട്രിക്സ്. ആൻഡ് കമ്മിങ് ബാക്ക് ടു അവർ സെക്കൻഡ് കമ്പാർട്ട്മെന്റ് വിച്ച് ഇസ് നോൺ ആസ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി. നമ്മൾ എവിടെയാ ഇൻവെസ്റ്റ് ചെയ്യുക? അസറ്റില്. അസറ്റ് അല്ലാത്ത വേറെ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യോ? ഒരിക്കലും ഇല്ല. അപ്പൊ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മളൊരു ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡ് മാത്രം നോക്കിയാൽ മതി, ലയബിലിറ്റി സൈഡ് നോക്കേണ്ട ആവശ്യം പോലും ഇല്ല. സോ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി മെയിൻലി purchase of asset, sale of asset, interest receipt, dividend receipt, etc. And here comes third compartment which is financing activity. അപ്പൊ ഫിനാൻസിങ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റിന്റെ ഏത് സൈഡ് മാത്രം നോക്കിയാൽ മതി? ലയബിലിറ്റി സൈഡ് മാത്രം നോക്കിയാൽ മതി. ക്യാപിറ്റൽ കൂടി, ക്യാപിറ്റൽ വാങ്ങിച്ചു എന്നർത്ഥം, അപ്പൊ ഉള്ളിലോട്ട് കാശ് വന്നു എന്നർത്ഥം. സോ ഓബ്വിയസ്ലി ഇറ്റ് ഇസ് എ പോസിറ്റീവ് സൈഡ്. ക്യാപിറ്റൽ കുറഞ്ഞു, റിഡംഷൻ ഓഫ് ക്യാപിറ്റൽ തിരിച്ചു കൊടുത്തു, സോ നെഗറ്റീവ്. സോ ലൈക്ക് വൈസ് ഫിനാൻസിങ് ആക്ടിവിറ്റി ചെയ്യാൻ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡ്, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ചെയ്യാൻ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡ്, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ചെയ്യാൻ ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് എവറിത്തിങ്. So that is our train and here we comes to our destination. So ഇതുപോലുള്ള സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എളുപ്പത്തിലൂടെയും കുറച്ച് ട്രിക്കി ആണെങ്കിലും മനസ്സിലാക്കണമെങ്കിൽ join Entry Elevate. Thank you so much.